അങ്ങനെ അനന്തപുരിയിലേക്ക് കനകയും ഗോവിന്ദനും വരുന്നുണ്ട്. നവ്യയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരെ കണ്ടുടൻ തന്നെ ജാനകിയും അനാമികയും എന്ത് ചെയ്യുന്നുണ്ട്, ജാനകി അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കനകയോട്, നിങ്ങൾ ഏത് കുഞ്ഞിനെ കാണാൻ വന്നതാ? അബിയുടെ കുഞ്ഞിനെയാണോ അതോ ആദർശിൻ്റെ കുഞ്ഞിനെയാണോ? എന്താ ജാനകി നീ പറയുന്നത്? എൻ്റെ മോൾ ഇതുവരെ പ്രസവിച്ചില്ലല്ലോ, പിന്നെ ഇങ്ങനെ ആദർശിന് കുഞ്ഞുണ്ടാവുന്നത്? അപ്പോൾ നിങ്ങളിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആദർശിന് മുന്നേ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ചന്തുമോള്. ഇതൊക്കെ കേൾക്കുമ്പോൾ കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക പറയുന്നുണ്ട്, എന്താ ജാനകി നീ പറയുന്നത്? ആദർശ മോൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അകത്ത് ഏട്ടത്തിയുണ്ട്, പോയി ചോദിക്കേ. ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ആദർശും വല്യമ്മയും തമ്മിൽ ഇപ്പോൾ സംസാരിക്കാറേ ഇല്ല. ഈ സംഭവം അറിഞ്ഞുടൻ തന്നെ കനകയും ഗോവിന്ദനും എന്ത് ചെയ്യുന്നുണ്ട്, ദേവേനോട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കനക, ഞങ്ങൾ കേട്ടതൊക്കെ സത്യമാണോ ആദർശമോൻ്റെ അമ്മേ? ആദർശമോൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും ഞാനും ആദർശനെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ചില തെളിവുകൾ കാണുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കുഞ്ഞല്ലെങ്കിൽ അവനത് തെളിയിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ദേവ്യാനി. ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ കനകയും ഗോവിന്ദനും. എന്നിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ നയനെ കാണുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അച്ഛാ അമ്മേ, ഒരിക്കലും ആദർശേട്ടൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നുമല്ല. അച്ഛനും അമ്മയും ഒരിക്കലും ആദർശേട്ടനെ കുറ്റപ്പെടുത്തരുത്. അങ്ങനെ ഒരു തെറ്റ് ആദർശേട്ടൻ ചെയ്യില്ല. ഇല്ല മോളെ, ഞങ്ങൾക്കറിയാം ആദർശ മോനെ, ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഞങ്ങളെപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് സത്യം തെളിയിക്കാൻ പറ്റട്ടെ. ഈ സമയത്ത് കനക കണ്ണീരോടെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ കൊണ്ട് ട്രെയിനർ കഠിനമായ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. നന്ദു കഷ്ടപ്പെടുന്ന വീഡിയോ കണ്ട് തുള്ളിച്ചാടുകയാണ് അനാമികയും വേണുമൊക്കെ. ഇതൊക്കെ കണ്ട് രേവതി പറയുന്നുണ്ട്, ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് അവളെ കാര്യം പോക്കാം. അവളെ കയ്യും കാലം ഒടിയുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. ഒരു ഭാഗത്ത് നന്ദു എന്ന് പറയുന്നവളെ കാര്യം പോക്കാം, മറുഭാഗത്ത് അവളെ ചേച്ചിയുടെ കാര്യം പോക്കാം. എല്ലാം കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുന്നുണ്ട് മോളെ. പിന്നീട് നന്ദു എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനറെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ അയാൾക്കിട്ട് പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അതിനായി തൻ്റെ കൂട്ടുകാരിയെ ക്യാമറ ഓണാക്കിയിട്ട് പിന്നിൽ നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ട്രെയിനർ നന്ദുവിനെ കൊണ്ട് കഠിനമായ സ്റ്റെപ്പൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആ ഫ്രണ്ട് വീഡിയോ എടുക്കുകയാണ്. പിന്നീട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് അവർ വൈറലാക്കുന്നുണ്ട്. ട്രെയിനർ വലിയ ഉപദ്രവകാരിയാണെന്ന് മനസ്സിലാക്കിയ അധികാരികൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ്പിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ട്രെയിനറോട് പറയുന്നുണ്ട്, എടോ, തൻ്റെ തോന്നിവാസം കളിക്കാനുള്ള സ്ഥലമല്ല ഇതൊരു ട്രെയിനിങ് ക്യാമ്പാണ്. തൻ്റെ ട്രെയിനിങ്ങൊക്കെ ലോകം മൊത്തം കണ്ടു കഴിഞ്ഞു. താനെന്നിവിടെ ട്രെയിനിങ് ഒന്നും ചെയ്യിപ്പിക്കണ്ട, കേരടോ ജീപ്പിലെന്ന് പറഞ്ഞ് പോലീസുകാർ അയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കണ്ട് നന്ദുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ഇതറിഞ്ഞ വേണുവും കുടുംബവും ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണു എന്ത് ചെയ്യുന്നുണ്ട്, അനാമികയോട് പറയുന്നുണ്ട്, നമ്മളെ കണക്കുകൂട്ടലൊക്കെ തെറ്റിയല്ലോ മോളെ. അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിനിടയിൽ നമ്മളെ പേര് വല്ലതും പറയും അയാൾ. അത് ഉറപ്പല്ലേ ചാ, നമ്മളെ പേര് പറയും, നമ്മളകത്താവുകയും ചെയ്യും. ആ നന്ദുവിന് അയാളെ ശല്യം തീർന്നു കിട്ടിയില്ലേ. ഇനി അവൾക്ക് ആരെയും പേടിക്കാനില്ല. ഇനി പേടിച്ച് ജീവിക്കേണ്ടത് നമ്മളല്ലേ. ഇനിയിപ്പം ട്രെയിനർ നമ്മളെ പേര് പറഞ്ഞാൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. എന്തെങ്കിലും ഒന്ന് ചെയ്യാച്ചാ, ഇല്ലെങ്കിലേ എനിക്ക് വയ്യ ജയിലിൽ പോയി കിടക്കാനെന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നന്ദു തൻ്റെ ഫ്രണ്ടിനോട് നന്ദി പറയാനായി എത്തുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ കൂട്ടുകാരിക്ക് ഒരു സങ്കടം വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്. ഇനി നിനക്ക് അയാളെ ശല്യം സഹിക്കേണ്ടി വരില്ലല്ലോ. നാളെ തന്നെ പുതിയ ട്രെയിനർ ജോയിൻ ചെയ്യും എന്ന് പറയുകയാണ്. പിന്നീട് അനിയൻ ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല ഞാനാണെന്ന്.